നടക്കണം അങ്ങോട്ട്. ബിസ്ക്കറ്റ് എന്തിനാ ഈ വഴിന്ന് കൊടുക്കുന്നത്? അവൻ കഴിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ? ഇതൊന്ന് പിടിക്കോ അച്ഛാ. ഇതെന്താ തന്നോട് ഫ്ലാസ്ക് എല്ലാം കൊണ്ടാ പറഞ്ഞു, ഇതെന്തിനാ കറ്റിൽ കൊടുത്തേക്കണേ? ഫ്ലാസ്ക് നാരാട്ടിനെ പീടിയില്ല, അപ്പൊ ഇതാ കിട്ടിയത്, അത് ഇങ്ങോട്ട് എടുത്ത്. പഴുത. അല്ല മുമ്മേ, ചന്ദന എന്താ ഗിറ്റാർ പഠിപ്പിക്കാതെ? അങ്ങനെ വെറുതെ എല്ലാരും പഠിപ്പിക്കാൻ പറ്റുമോ? ഇതിപ്പോ നിനക്ക് അതിനുള്ള വാസനയുണ്ട്. അതെങ്ങനെ കിട്ടിയേ? നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന്. നിന്റെ അമ്മയ്ക്ക് ആ വാസന ഇടുന്ന കിട്ടിയേ ഈ അമ്മമ്മയുടെ കയ്യിൽ നിന്ന്. ചന്തുവിന് അത് ഉണ്ടാവില്ലല്ലോ. അവന്റെ അമ്മയ്ക്ക് വല്ല കുന്തോട്ടോ ഒന്നുമില്ല, അതുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ വിടാത്ത. അമ്മ മുമ്പ് എന്നെ ഈ പഠിപ്പിക്കാൻ അയച്ചിന് പണ്ട്. ആ തുടർന്ന് പഠിപ്പിച്ചിട്ടാ. എടി എങ്ങനെ പഠിപ്പിക്കും? എന്തേ? എന്റെ മോനെ ഈ ഗിറ്റാറിൽ കുറെ കമ്പികളില്ലേ, അതെല്ലാം കൂടി വായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഇവനെ അതെല്ലാം പൊട്ടിച്ചളഞ്ഞ അവസാനം ഒന്നാക്കി വെച്ചു. അച്ഛന്റെ ബുദ്ധിയാ നിനക്ക് കിട്ടി. അതെ, നിറവും ആ കുടവയറും എല്ലാം ഒന്നെ. എന്റെ ബുദ്ധി കിട്ടിയ എന്താ കുഴപ്പം? ഇപ്പൊ നല്ലൊരു ജോലി ഇല്ലേ കുടുംബത്തില്? അതെ, എടാ ഇങ്ങോട്ട് വരാൻ. വണ്ടി വരണം, അങ്ങോട്ട് മാറിക്കൊടുക്ക. ഒരു ബിസ്ക്കറ്റ് തരുവാ. നിന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്താ ഞാൻ പറഞ്ഞത്? കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു. കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞ ഇങ്ങനെ നോക്കിയാ പോരാ, നല്ലോണം നോക്കുന്നുണ്ട്. നല്ലോണം നോക്കണം എന്നല്ല, നീ അവൻ ഈ പഠിക്കണേന്റെ ഇടയില് അതില് കുറച്ച് കപ്പങ്ങ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. പിന്നെ കേക്ക്, പിന്നെ ഈ ബിസ്ക്കറ്റ്, പിന്നെ പാല് കൊടുക്കണം. പിന്നെ ഒരു കാര്യം, തല വേർക്കാതെ ശ്രദ്ധിക്കണം. അവന് തല വേർത്ത തുമ്മല് വരും. അപ്പൊ ഇടക്കിടക്ക് തല ഇങ്ങനെ തുടച്ചു കൊടുക്കണം. അതില് വെച്ചാ പോരെ, നീ തുടച്ചു കുട്ടിയുടെ ക്ലാസ് കഴിയുന്നവരെ പുറത്ത് നിൽക്കണം. ആയിക്കോട്ടെ. പിന്നെ എന്ത് വേണമെങ്കിലും ചോദിച്ചാ മതി. അപ്പൊ മാമ ഇങ്ങനെ കൊടുന്നു തരൂ. ഞാൻ കുടിച്ചോട്ടെ. നേരായി ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് അതാണ് ഇപ്പൊ ഞാൻ കൊണ്ട് ഇറങ്ങിണ്ടെങ്കിൽ നടക്കണം അങ്ങോട്ട്. അവന്റെ കഴിഞ്ഞോട് കൊടുത്തവൻ സുഖേട്ടാ, വണ്ടി എടുത്ത് ഇത് എവിടേക്ക് എല്ലാരും കൂടെ? ഇവനെ ഗിറ്റാർ ക്ലാസ്സിൽ കൊണ്ടുപോവാ. ഇതെന്താ ഇത്രയും സാധനങ്ങളൊക്കെ? ഇതൊക്കെ അവനെ കഴിക്കാളാ. ആണോ? ഇതാര മോനെ? ഇത് മോളുടെ മോളെ മോയെ. മോത്തടിച്ചു പോലെ കണ്ണ് വെക്കല്ലേ മോളെ. അവന്റെ അച്ഛൻ അങ്ങനെയാണേ, മന്മഥൻ അങ്ങനെയാണ്. ഒരു ശരീര പ്രകൃതി ഉണ്ടാവനെ. ഇതോ എന്റെ വാപ്പ മരിച്ചു എന്ന് അറിഞ്ഞു, പക്ഷെ വരാൻ പറ്റിയില്ലടാ. കുഴപ്പമില്ല. എന്താ കിടപ്പൊന്നായിരുന്നില്ലല്ലോ? കിടപ്പൊന്നല്ലേ, ഇനി മരിക്കണമെന്നും പയറ് പോലെ ഓടി കിടന്നാണല്ലേ. അത്രേ ഉള്ളൂ മനുഷ്യന്റെ സുഖം മരണോ. ഒരു ദിവസം ആശുപത്രി കിടന്ന് നമ്മളൊന്നും ബുദ്ധിമുട്ടില്ല. മോനെ ക്ലാസ്സിന്റെ സമയമായി. എന്നാ പിന്നെ നിക്കുന്നു. പാപ്പ മരിച്ചപ്പോൾ നിങ്ങള് പരിയിലൊന്നും വന്നില്ല, രണ്ട് വർത്താനം പറയണ്ടേ. അല്ല ശീതളപ്പം എന്താക്കണ വണ്ടി എടുത്തിയേ? ശീതളൻ അന്റെ കാര്യമൊക്കെ പറയാതിരിക്കാനല്ലേ. അല്ല കാശൊക്കെ ചെലവാക്കിയിട്ട് ദുബായിൽ പോയിട്ട് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിലെ തണ്ടി തിരിച്ചു വന്നിരിക്കുന്നവൻ. ഒരു പണിക്ക് പോണില്ല എവിടെ? ശരി. ഇവരുടെ അച്ഛനോ മന്മഥൻ? അവനെ കണ്ടിട്ടേലും ഇപ്പൊ പഠിക്കണ്ടേ? അവപ്പൊ വലിയ മുതലാളിയല്ലേ, ബ്രെഡ് കമ്പനിയാ. ആണോ? ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പൊ ഇവൻ അവിടെ അല്ലേ ജോലി ചെയ്യണ്. പിന്നെ 30,000 റുപ്യ ശമ്പളം ഉണ്ടാവില്ലേ? ബ്രെഡ് കമ്പനിയിലോ? അല്ല അപ്പൊ അവിടെ എന്ത് സീതളിന് പണി നോക്കാൻ ചെയ്? എങ്ങനെ കൊടുക്കല്? കൊടുത്ത പണി പറയണ്ട. അളിയൻ പണി കൊടുത്ത നല്ല പണി. ആദ്യം പറഞ്ഞു ഓഫീസിൽ പോയാല് സാറേ വിളിക്കണം. സ്റ്റാഫിന്റെ പിന്നെ 10-15 സ്റ്റാഫിന്റെ മുന്ന് അളിയാന്ന് സാറേ വിളിക്കണം 100 വട്ടം പറഞ്ഞു കൊടുത്തിന്. വീട്ടിൽ നിന്ന് സാറേ എന്തിനു വീട്ടിൽ നിന്ന് വിളിക്കുന്നത്? ആടെ പോയിട്ടല്ലേ സാറേ വിളിക്കണ്ട്. പണി പോയി. സാറേന്ന് വിളിക്കാത്തോണ്ട് ഞാൻ പോലും കക്കൂസ് പോകുമ്പോലും ഞാൻ സാറേ വിളിക്കും. മന്മഥനെ സാറേന്ന് വിളിക്കാത്തൊരു പേരിലാണ് സീതളുടെ പണി പോയത്. അല്ല അങ്ങനെ മന്മഥനെ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഓരോ സ്ഥാനത്തിരിക്കുമ്പോ അതിനെ ബഹുമാനിക്കണോന്റെ എന്താ കുഴപ്പം? ഇപ്പൊ വീട്ടിൽ വന്ന് അളിയാന്ന് വിളിച്ചു കഴിഞ്ഞാൽ മന്മഥൻ വിളിയാക്കാറുണ്ടല്ലോ. ഓഫീസിലൊന്ന് സാറേന്ന് വിളിക്കണം. അത് പോരായ്മ. അളിയൻ എങ്ങനെ സാറേന്ന് വിളിക്കുക? ആ കയ്യിലിരിപ്പുണ്ട് ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുക. സുഖേട്ടാ, വാപ്പ മരിച്ചതിന് ശേഷേ വീട്ടില് ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പൊ എനിക്ക് പണിയൊന്നും ആയില്ലല്ലോ. അപ്പൊ ഈ മന്മഥനോട് പറഞ്ഞ ആ കമ്പനിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടു. അതിനെന്താ? പിന്നെ ഞാനൊരു വാക്ക് പറഞ്ഞ മന്മഥൻ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോവാ. മരുവനെ പോലെയല്ല, മകനെ പോലെയാണ് അവൻ. ആണോ? ഞാൻ പറഞ്ഞ അപ്പ കേൾക്കുക. അപ്പൊ മന്മഥൻ ഒരു ദിവസം ഇത് വീട്ടിലേക്ക് വാ. ആയിക്കോട്ടെ. ശരി. അതെ, അന്ന് ബാപ്പ മരിക്കാനിടയാക്കിയ ഒരു കൊലയുണ്ടല്ലോ, അതേത് മൈസൂരോ നേന്ത്രപ്പഴോ? നേന്ത്രായിരിക്കും.